തലശ്ശേരി സ്വദേശി റസീന. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. ഈ പേര് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല, പക്ഷേ പഴയൊരു സംഭവം പറഞ്ഞാൽ എല്ലാവർക്കും റസീനയെ പിടികിട്ടും. ഇനി നാട്ടിലൊരു കളി കളിക്കാം. മദ്യപിച്ച നടു റോഡിൽ ബഹളമുണ്ടാക്കിയ റസീന, വനിതാ SIയെ കയ്യേറ്റം ചെയ്ത റസീന. റസീന വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു. ആ ഗുണ്ടിയെ ആകെ ഒരു ദുരന്ത കഥയാണ്. അമ്മയെയും സഹോദരിയെയും അവരുടെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലാണ് അറസ്റ്റിലായിട്ടുള്ളത്. നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ നാട്ടില് മറ്റാരെക്കാരും മേലെയാ നാരായണൻ കുട്ടിച്ചേട്ടൻ. ഓട്ടയുണ്ടല്ലോ. തലശ്ശേരി വടക്കുംപാട് സ്വദേശി റസീന കണ്ണൂരിലെ വിവിധ സ്റ്റേഷനുകളിലായി 5ലധികം കേസുകളിലെ പ്രതി. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. പുതിയ കേസ് കുളി ബസാറിലെ സഹോദരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം കാട്ടിയതിന്. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി, ഇനി കുളിച്ചു കയറിയല്ലേ നല്ലത്. ചൊവ്വാഴ്ചയാണ് സംഭവം. വീട്ടിലെത്തിയ റസീന ഉമ്മയോട് പണം ചോദിച്ചു. നൽകാതിരുന്നപ്പോൾ മുടി പിടിച്ചു വലിച്ചു. തടയാനെത്തിയ സഹോദരിയെ തൂക്കുപാത്രം കൊണ്ട് അടിച്ചു. ചപ്പാത്തി പരത്തുന്ന പലക കൊണ്ട് അവരുടെ 15കാരി മകളെ തല്ലി. മാർബിൾ കഷ്ണമെടുത്ത് വീടിന്റെ ജനൽച്ചില്ലുകൾ തകർത്തു. കാറിന്റെ ഗ്ലാസും അടിച്ചു പൊളിച്ചു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. സഹോദരി ധർമ്മടം പോലീസിൽ വിളിച്ചു. പോലീസ് സംഘമെത്തി. പിടികൂടാൻ ശ്രമിച്ച വനിതാ പോലീസിനെ റസീന തള്ളി വീഴ്ത്തി. ബലം പ്രയോഗിച്ചാണ് ഇവരെ പിടികൂടിയത്. അക്രമം ഇതാദ്യമല്ല. മാഹി പന്തക്കലിൽ 2022 നവംബറിൽ മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കി റസീന. എനിക്കറിയാടി നിന്നെ. ഒന്നിൽ വീട്ടുകാരെ പേടി വേണം, അല്ലെങ്കിൽ നാട്ടുകാരെ. 2023 ഡിസംബറിൽ തലശ്ശേരി കിഴുവന്തിമുക്കിൽ മദ്യപിച്ച സുഹൃത്തിനൊപ്പമെത്തി അക്രമം. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ്. കാവും പുറത്ത് അടിയോടി കുടുംബം കേട്ടാൽ നാട്ടുകാർ നടണം. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത വനിതാ SIയെ അന്ന് റസീന ആക്രമിച്ചിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പുതിയ കേസ്. സ്ഥിരം പ്രശ്നക്കാരി വീണ്ടും അകത്തായി. അതേതായാലും നന്നായി. നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞോട്. നീ ഇവിടെ വരൂ.